Hello, my dear students. Welcome back to another session of the Canterbury School of English. ഞാൻ ഡോക്ടർ രത്നാമുളസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഐ നോ വാട്ട് യു തിങ്ക് ഓഫ് മീ എന്ന് പറയുന്ന ടിം ക്രീഡർ എഴുതിയിട്ടുള്ള ഒരു എസ്സെയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ FIUG കോഴ്സിൽ റീഡിങ്സ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന കോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എസ്സേ നമുക്ക് പഠിക്കാനുള്ളത്. അന്നേരം കുറച്ച് ലെങ്തി ആയിട്ടുള്ള എസ്സെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എസ്സെയാണ്. നമുക്കിത് അടിപൊളിയായിട്ട് പഠിക്കാം. ആ, യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അന്നേരം എന്തിനെ പറ്റിയിട്ടാണ് ടിം ക്രീഡർ ഈ ഒരു എസ്സേയിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ടിം ക്രീഡർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഒറ്റ കാര്യമാണ്. ഈ ലോകത്ത് നമ്മളെല്ലാവരും ഇമെയിൽസിലും മെസ്സേജസും ഒക്കെ അയക്കാറുണ്ട് അല്ലേ? അന്നേരം നമ്മളുടെ വിചാരം എന്താ? ബാക്കിയുള്ളവർ നമ്മളെ പറ്റി എങ്ങനെ കരുതുന്നത്? നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്, നമ്മളെ പറ്റി അവർക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ളവർ നമ്മളെ പറ്റി ധരിക്കുന്നതെന്നൊരു വിചാരം നമുക്ക് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങളെപ്പറ്റി മറ്റൊരാൾക്ക് അയക്കുന്ന മെസ്സേജിൽ വളരെ മോശമായിട്ടാണ് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ആ മെസ്സേജ് അറിയാതെ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇല്ലേ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആകുകയാണ്. നിങ്ങൾക്ക് ഭയങ്കര ഹേർട്ട്ഫുൾനെസ് ഫീൽ ചെയ്യാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എന്ത് മറച്ചു വെച്ചിട്ടാണ് അവരിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് തോന്നും. ഇല്ലേ? സോ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു എസ്സേയാണ് ടിം ക്രീഡറിന്റെ ഐ നോ വാട്ട് യു തിങ്ക് ഓഫ് മീ. ഇല്ലേ, എനിക്കറിയാം നിങ്ങൾ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്. അന്നേരം നമുക്ക് നോക്കാം. അന്നേരം ഈ ഒരു എസ്സേയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സിഡന്റലി എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് എന്നെ പറ്റി എഴുതിയിട്ടുള്ള ഒരു മെസ്സേജ് കോപ്പി ചെയ്തു വന്നു. ഓക്കെ, സിസിഡ് മീൻസ് കോപ്പി സമ്മൺ എന്നാണ്. അന്നേരം ആഹ്, അവര് ഇന്റൻഷനലി അയച്ചതല്ല. ബട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്കും കൂടെ ഓട്ടോമാറ്റിക്കലി അതിന്റെ മെസ്സേജ് ആയിട്ട് വന്നു. അവര് ഇന്റൻഷനലി എനിക്ക് അയച്ചതല്ല. അങ്ങനെ എന്നെ പറ്റി എഴുതിയ കാര്യം ഞാൻ തന്നെ അറിയുകയുണ്ടായി. അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. അന്നേരം ആ വിഷമിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കുറച്ച് ആടിനെ വാടകയ്ക്ക് എടുത്തു, റെന്റിന് എടുത്തു. ഓക്കെ, എന്നിട്ട് അതിന് പലതരം ഞാൻ വാങ്ങിച്ച ആടുകളുടെയൊക്കെ ഫോട്ടോ ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തു. ഈ ആട് അടിപൊളിയാണ്, അതുപോലെ തന്നെ ഐ ഹാഡ് ഗോട്ട് ആഡ്സ്, ഇറ്റ് വാസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് മെസ്സേജ് ഒക്കെ അയച്ചു. അത് കേട്ട എൻ്റെ സുഹൃത്തുക്കളും കൊളീഗ്സും ഒക്കെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസുകളാണ് എനിക്ക് ആദ്യമൊക്കെ തന്നത്. ഭയങ്കര അവരെ അഡ്മയർ ചെയ്യുന്നതായിട്ടും അവർ ഇൻവോയ് ചെയ്യുന്നതായിട്ടും ഒക്കെയുള്ള മെസ്സേജസും ഇമോജീസും ഒക്കെ എനിക്ക് അയച്ചു തന്നു. അന്നേരം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കോവർക്കർ അവരുടെ പേഴ്സണൽ സ്പേസിൽ അയക്കുന്ന കുറച്ച് മെസ്സേജസ് അറിയാതെ എനിക്ക് ഫോർവേഡ് ചെയ്തു വന്നു. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു വാക്ക് ഊഹ് എന്നായിരുന്നു. ഊഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം. അയ്യേ, ഇയാൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഈ പൈസ എല്ലാം കൂടെ കൊടുത്ത് ആടിനെ വാങ്ങിച്ചിരിക്കുന്നു, മണ്ടൻ തീരുമാനം എന്നുള്ള നിലയിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ കക്ഷി നേരത്തെ എനിക്ക് മെസ്സേജ് അയച്ചത് എന്താണ്? അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് അയച്ച മെസ്സേജിൽ വളരെ നല്ല തീരുമാനമാണ് ഞാൻ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചത്. എനിക്ക് ഞാൻ പോലും അറിയാതെ മറ്റുള്ളവർക്ക് അയച്ച മെസ്സേജിൽ എന്നെ പറ്റി ഞാൻ എടുത്ത തീരുമാനത്തെ ഊഫ് അല്ലെങ്കിൽ ഒരു മണ്ടൻ തീരുമാനം എന്നുള്ള രീതിയിൽ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലാണ് അയച്ചിരിക്കുന്നത്. സോ അദ്ദേഹം പറയാണ്, ഇത് ഇന്നത്തെ ജീവിത കാലഘട്ടത്തില് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് മിലിറ്ററിയോ ഫിനാൻഷ്യൽ സെക്ടറോ നേരിടുന്ന സൈബർ അറ്റാക്ക് അല്ല, മറിച്ച് നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നേരിടുന്ന സൈബർ അറ്റാക്കുകളാണ്. ന്യൂക്ലിയർ ഫോഴ്സിനെക്കാട്ടും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. അവിടെ പല മാരേജസും പല ഫ്രണ്ട്ഷിപ്പും പല ബിസിനസ് പാർട്ട്ണർഷിപ്പും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. കാരണം തൻ്റെ സുഹൃത്തിനെ കുറിച്ച് മറ്റൊരു സുഹൃത്ത് മോശം പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് ആടാ ഞാനും അങ്ങനെ തന്നെ അവനെ പറ്റി വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ അതാരെങ്കിലും കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതാരെങ്കിലും വോയിസ് റെക്കോർഡ് ചെയ്തോ വീഡിയോ എടുത്തോ ഈ പറയുന്ന വ്യക്തിയെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല അല്ലേ? അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള മാരേജിലും ഫ്രണ്ട്ഷിപ്പിലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലും ഒക്കെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അതൊക്കെ കോപ്പി ചെയ്ത് പോകുന്നത് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തുന്നത് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ബ്രേക്ക് ചെയ്യാൻ കാരണമാകുന്നു. Civilization which is held together by fragile web of tactful phrasing. കണ്ടോ, അദ്ദേഹം വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന പല റിലേഷൻഷിപ്പ്, അതാണ് സിവിലൈസേഷൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിന്ന് പടുത്തുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ബിസിനസ് സാമ്രാജ്യമായാലും നമ്മുടെ വൈവാഹിക ജീവിതമായാലും നമ്മുടെ ദാമ്പത്യ ബന്ധമായാലും നമ്മളുടെ റിലേഷൻഷിപ്പുകളായാലും ഫ്രണ്ട്ഷിപ്പുകളായാലും എല്ലാം തന്നെ വളരെ
ടാക്ട്ഫുൾ ആയിട്ടുള്ള ഫ്രേസ് ഉപയോഗിച്ച് വളരെ നൈർമല്യമുള്ള സുഖകരമായ വാക്കുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ പല കള്ളത്തരങ്ങൾ പറഞ്ഞും നമ്മൾ വിളക്കി ചേർത്ത് വെച്ചിരിക്കുന്ന ഒന്നാണ്. പക്ഷെ അത് എപ്പോഴെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളുടെ വാക്കുകളുടെ മൂർച്ച കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പ്രവൃത്തി ദോഷം കൊണ്ട് അത് ബ്രേക്ക് ചെയ്ത് പോകാനും അത് ഒരുപാട് സ്കാൻഡൽസും കേൾക്കാനും ഒരുപാട് ബ്ലഡ് ഫ്യൂഡ്സും ഒരുപാട് രക്തച്ചൊരിച്ചിലേക്കും ഒരുപാട് കുറ്റാരോപണങ്ങളിലേക്കൊക്കെ വഴിതെളിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞും ഒരുപാട് സുഖിപ്പിച്ചും ഒക്കെ നമ്മൾ നിലനിർത്തി പോകുന്ന പല ബന്ധങ്ങൾ ഏതെങ്കിലും ഒരു നിമിഷം അത് കെട്ടഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, അതിന് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു അന്തസ്സത, അതിൻ്റെ ഒരു വിശ്വാസ്യത അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ തീർന്നു ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നീട് അത് ബ്ലഡ് ഫ്യൂഡുകളായി, സ്കാൻഡൽസുകളായി, ഫിറ്റ് ഫൈറ്റ്സുകളായി, മുഷ്ടിചുരുട്ടികളെ ഇടികളായി, ഡിവോഴ്സസ് ആയി, കടം വാങ്ങലുകളായി, ബാങ്ക്രപ്റ്റുകളായി, സ്ലോട്ടറുകളായി, മർഡറും കിഡ്നാപ്പിംഗും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് വരും. ദിസ് പർട്ടിക്കുലർ ഇമെയിൽ വാസ് ഇറ്റ്സെൽഫ് നോ ബിഗ് ഡീൽ, ഇല്ലേ? നേരത്തേക്ക് അദ്ദേഹം വീണ്ടും പറയാൻ ഈ പറഞ്ഞിട്ടുള്ള ഇമെയിൽസുകളും മറ്റു കാര്യങ്ങളും ഒന്നും വലിയ കാര്യമല്ല. പക്ഷേ എന്നോട് അവനിക്ക് ഡയറക്റ്റ് പറയായിരുന്നു, ഞാൻ എടുത്ത മണ്ടൻ തീരുമാനമായിരുന്നു. പക്ഷെ അതിന് പകരം അവൻ എന്താ ചെയ്തത്? ഈ ഓഫ് എന്നുള്ള വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ കൊണ്ടിട്ട് ബാക്കിയുള്ളവരുമായിട്ട് സംസാരിച്ചു. അവൻ എൻ്റെ അടുത്ത് ഓണസ്റ്റ് ആയിട്ട് പറയായിരുന്നു, ഇല്ലേ? ഞാൻ ചെയ്ത തീരുമാനം മണ്ടമായി പോയിരുന്നു. ഐ എം എ ടെറിബിൾ വിത്ത് മണി, എനിക്ക് പൈസ സൂക്ഷിക്കാൻ അറിയുന്നില്ലെന്നും എനിക്കൊരു മണ്ടനാണെന്നൊക്കെ ഉള്ള കാര്യം വേണമെങ്കിൽ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞെങ്കിൽ എനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു. പക്ഷേ അവനത് എൻ്റെ അടുക്കെ പറയുന്നതിന് പകരം ബാക്കിയുള്ളവരുടെ അടുക്കൽ പറഞ്ഞു. അതെനിക്കറിയാതെ ഫോർവേഡ് ആയിട്ട് ആ ഇമെയിൽ എനിക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇമെയിൽ എനിക്ക് വരേണ്ടതല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് എനിക്കും കിട്ടി. പക്ഷേ അത് സർപ്രൈസിംഗ്ലി അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വോണ്ട് ചെയ്തു. എനിക്കത് ഒരുപാട് ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഞാൻ സിമ്പത്തറ്റിക് ആയിട്ട് തോന്നി. ഓക്കെ. അപ്പോഴാണ് പല ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ആരെയൊക്കെ സെൻസർ ചെയ്യണം, ആരെയൊക്കെ വിശ്വസിക്കണം, ആരൊക്കെ അൺപ്ലസന്റ് ആണെന്നൊക്കെ ഉള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നത്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ അലാമിങ് ആയി പോകുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇൻഫർമേഷൻ ഏജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഇൻഫർമേഷൻ ഏജിൽ പല കാര്യങ്ങളും നമ്മൾ ഓവർ ഹെയർ ചെയ്യും, പല കാര്യങ്ങളിലൂടെ കടന്നു പോകും. അവിടെ നമുക്ക് അദ്ദേഹം പറയാം, ഐ ഹാവ് റിട്ടൺ എസേസ് അബൌട്ട് ഫ്രണ്ട്സ് ഐ ഹാവ് ഫെൽറ്റ് വെയർ ജനറസ് ആൻഡ് എംപത്തറ്റിക് ബട്ട് വിച്ച് വെയർ എക്സ്പീരിയൻസ്ഡ് ആസ് ഡിവാസ്റ്റേറ്റിംഗ് ആൻഡ് റിട്ടൺ അബൌട്ട് ഐ കുഡ് ഫൈൻഡ് എ ഫാൾട്ട് വിത്ത് ബട്ട് വെയർ നൺ ദ ലെസ് എക്സ്ക്രൂഷിയേറ്റിംഗ് ഫോർ മീ ടു റെഡ്. ഓക്കെ. അന്നേരം ഇദ്ദേഹം ഇവിടെ പറയാണ്, എനിക്ക് എൻ്റെ പല ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് അറിയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരിക്കലും ഇദ്ദേഹം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മളുടെ സുഹൃത്തുക്കളെ പറ്റി നമ്മൾ തുറന്നെഴുതാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള പല ഹ്യൂമറസ് ആയിട്ടുള്ള മൊമെന്റ്സുകൾ നമ്മൾ തുറന്നെഴുതുമ്പോൾ അത് സത്യമാണെങ്കിൽ കൂടിയും അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ. വളരെ ജനറസ് ആയിട്ട്, വളരെ എമ്പത്തറ്റിക് ആയിട്ട്, വളരെ ഹ്യൂമറസ് ആയിട്ട് നമ്മൾ എഴുതിയാൽ കൂടിയും അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അവരെ വളരെ പ്ലസന്റ് ആയിട്ട് ബാക്കിയുള്ളവർ എങ്ങനെ കാണണമെന്നുള്ള രീതിയിൽ അവരാഗ്രഹിക്കുന്നു അതേ രീതിയിൽ പ്രസന്റ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവരെ ഒരു ജോക്കറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരു ഹ്യൂമറസ് ആയിട്ടോ റെപ്രസെന്റ് ചെയ്താൽ അവർക്കത് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് ഫോട്ടോ സെഷനെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ടേ, ഇറ്റ്സ് ലൈക്ക് സീയിങ് എ കാൻഡിഡ് ഫോട്ടോ ഓഫ് യുവർ സെൽഫ് ഓൺലൈൻ. അന്നേരം നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി എന്ന് വിചാരിക്കും. അവിടെ ചെന്ന് ആൾക്കാർ പല സൈഡുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്യില്ല. ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തിയുടെ ഫോട്ടോ അടിപൊളിയായിട്ട് കിട്ടി. അന്നേരം അദ്ദേഹം അതെടുത്ത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കൂട്ടുകാരൻ ചോദിച്ചു, "എടാ നീ എന്തിനാടാ ഫോട്ടോ പോസ്റ്റ് ചെയ്ത്? നിന്റെ ഫോട്ടോ അതിൽ കൊള്ളാം, പക്ഷെ എൻ്റെ ഫോട്ടോ ഇരിക്കുന്ന കണ്ടില്ലേ? ഞാൻ അന്നേരം കറക്റ്റ് ആയിട്ടല്ല പോസ്റ്റ് ചെയ്ത്, ഞാൻ കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഏങ്കോണിച്ചിരിക്കുന്നത്, എൻ്റെ കാണാൻ അതിൽ കൊള്ളത്തില്ല, അതുകൊണ്ട് നീ ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്യുമെന്ന് പറയും ഇല്ലേ?" അന്നേരം ഇവൻ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും തൻ്റെ സുഹൃത്ത് അതിൽ നല്ലതായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ, സ്മൈൽ ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ പോസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കത് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പോലും തോന്നില്ല. ചിലപ്പോൾ വാ തുറന്നോ കൈ കാണിച്ചോ ഒക്കെ ഇരിക്കുമായിരിക്കും. സോ എപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ വിസിബിൾ ആകുന്ന രീതിയിൽ നമ്മുടെ സ്റ്റുപ്പിഡിറ്റിയോ നെക്കഡ്നെസ്സോ ഒന്നും കാണിക്കാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനും വളരെ അമിയബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാനും
വളരെ ഓൺ ലുക്കിംഗ് ആയിട്ട് കാണിക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ റേഴ്സുകളോ അല്ലെങ്കിൽ നമ്മുടെ ഫോയിബിൾസോ നമ്മുടെ ഫോളീസോ ഒന്നും ആൾക്കാരുടെ ഫ്രണ്ടിൽ കാണിക്കാനേ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയും. അന്നേരം ഇദ്ദേഹം പറയാൻ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പറ്റിയിട്ട് ഈ പറയുന്ന പോലെ പല എസ്സേസിലും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ എഴുതിയത് സത്യമാണെങ്കിൽ കൂടിയും അവർ പറഞ്ഞത് എൻ്റെ റെപ്രസെൻറ്റേഷൻ അവർക്ക് ഇഷ്ടമായില്ല എന്നാണ്. അതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം ഈ പറയുന്നത് കാൻഡിഡ് ഫോട്ടോ സെഷൻസ്, ഫോട്ടോ എടുക്കുമ്പോഴുള്ള എന്ന ബാക്കിയുള്ളവരുടെ റിയാക്ഷനെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളും കാണുന്ന കാര്യങ്ങളാണല്ലേ. ഇപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് എടുക്കുക, ഒന്നും കൂടെ എടുക്കുക, ഞാൻ അത് നന്നായിട്ടല്ല ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ എടുപ്പിക്കുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. ഇനി അദ്ദേഹം നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുകയാണ്, okay, needless to say that this makes us embarrassed and angry, and damn our betrayers as vicious to face the hypocrites, which in fact we all are. We all make fun of one another behind one another's back, and even when the people we love. Of course we do. They are ridiculous. Anyone worth knowing is inevitably also going to be exasperating, making some obvious mistakes over and over, dating imbeciles, endlessly relapsing into dumb addictions, self-defeating habits, blind of thereof, hilarious flaws, blatant contradictions, and fiercely devoted to whatever keeps them miserable. സോ ഇതിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ടു ഫേസ്ഡ് ഹിപ്പോക്രൈറ്റ്സിനെയാണ് കാണുന്നത്. ടു ഫേസ്ഡ് ഹിപ്പോക്രൈറ്റ്സ് നമ്മളോട് ചിരിച്ച് സംസാരിക്കുകയും അതേസമയം നമ്മൾ തിരിഞ്ഞു എന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ പറ്റി മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് പറയുന്നത്, അവർ ബിട്രേസ് ദിസ് വിഷ്യസ് ആൻഡ് ടു ഫേസ്ഡ് ഹിപ്പോക്രൈറ്റ്സ്. നമ്മളെ ചതിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ടു ഫേസ്ഡ് ഹിപ്പോക്രൈറ്റ്സുകളാണ്. അവർ നമ്മളോടൊത്ത് ചിരിച്ച് സംസാരിക്കുക. വി ആൾ മേക്ക് ഫൺ വൺ അനദർ എന്ന് വെച്ചാൽ നമ്മളോടൊപ്പം നിന്ന് അവർ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴും ആൻഡ് ബിഹൈൻഡ് വൺ അനദേഴ്സ് ബാക്ക് ഈവൻ പീപ്പിൾ വി ലവ്. ഓക്കെ, നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളുടെ പിറകിൽ നിന്ന് കുത്തുകയും ചെയ്യും. ചില സമയങ്ങളിൽ ഈ പറയുന്ന ടു ഫേസ്ഡ് ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അന്നേരം ഇതിന് ഞാനൊരു ഹ്യൂമറസ് ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇത് കാര്യമായിട്ടല്ല. നമ്മൾ പറയത്തില്ലേ, നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ ജീവനാണ്, നിങ്ങളുടെ കണ്ണാണ്, കരളാണ്, മക്കളാണ് ഒക്കെ. പക്ഷേ നമ്മളോട് ഇങ്ങനെ പറയുകയും ചെയ്യും. എന്നിട്ട് വീട്ടിലെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ പറയും, ഓ ഒന്നും ചെയ്യത്തില്ല നീ, ഒരു വക ഒരു ഗ്ലാസ് വെള്ളം പോലും കൊണ്ട് തരത്തില്ല, സ്വന്തം റൂം പോലും ഒതുക്കിയിടത്തില്ല. ഓക്കെ, അതാ ശരിക്കും പറഞ്ഞാൽ അവർ ടു ഫേസ്ഡ് ഹിപ്പോക്രൈറ്റ്സ് എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അന്നേരം അവരൊരിക്കലും ബിട്രേയേഴ്സ് അല്ല. അവർ നമ്മളുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിലമതിക്കാനാവാത്ത നിധികളാണ് നമ്മുടെ പേരൻസ് അല്ലേ. അന്നേരം ഇതുപോലുള്ള ചില ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളുടെ കൂടെ നിന്നിട്ട് ഭയങ്കര കളിയും ചിരിയും സംസാരം, പക്ഷെ നമ്മൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി ബാക്കിയുള്ളവരുടെ കുറ്റം പറയും. സോ ഇവരെയാണ് ഇദ്ദേഹം ഇവിടെ ടു ഫേസ്ഡ് ഹിപ്പോക്രൈറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അന്നേരം ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. Although sometimes, let's just admit we were simply being mean. A friend of mine described a time in high school when someone walked up behind her while she was saying something clever at the person's expense for a worst while she ever had. ഇവിടെ അദ്ദേഹം ഒരു ഇൻസിഡന്റ് ആണ് പറയുന്നത്. അദ്ദേഹം പറയാണ്, ചില അവസരങ്ങളിൽ നമ്മൾ നമ്മളെന്ന് പറയുന്ന വ്യക്തി വളരെ മീനാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതിന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ വിചാരം താൻ എന്തോ ഒരു വലിയ കൊമ്പത്താളാണ്. ഓക്കെ, തനിക്ക് ബാക്കി എല്ലാവരെയും കളിയാക്കാൻ പറ്റും, താൻ ഔട്ട്വിറ്റഡ് ആണ്, താൻ ഭയങ്കര ക്ലവർ ആണെന്നൊക്കെ ധരിച്ചുകൊണ്ട് ഇദ്ദേഹം ഓടി നടന്ന് എല്ലാവരെയും കളിയാക്കും. അദ്ദേഹത്തിനെ ആരും കളിയാക്കത്തില്ല എന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബട്ട് ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറിച്ച് ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാർ പറയുന്ന കേട്ടപ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുള്ളവർ തന്നെ കുറിച്ച് എന്താണ് കരുതുന്നതെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് ഹെർട്ട്ഫുൾനെസ് ഫീൽ ചെയ്യുകയും ചെയ്തു. ഒരുപാട് അദ്ദേഹത്തിന് വേദന അനുഭവിക്കുകയും ചെയ്തു. സോ ഇതും അദ്ദേഹം പറയുന്നത് ഒരു സോഷ്യൽ ഹയറാർക്കി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ദാറ്റ് ഷീ ഹാഡ് മെയ്ഡ് ഫൺ ഓഫ് പീപ്പിൾ ഓൾ ദ ടൈം, പീപ്പിൾ ഹു ഡിഡ്ന്റ് ഡിസേർവ് ഇറ്റ്,
who were beneath her in the social hierarchy just to ingratiate herself or make herself seem funny or cool. അവളുടെ വിചാരം, എൻ്റെ സുഹൃത്തിൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എല്ലാവരും കളിയാക്കാം. ഓക്കെ, കാരണം അവരത് അർഹിക്കുന്നുണ്ട്, അവരെല്ലാം സോഷ്യൽ ഹൈറാർക്കിക്ക് താഴെയാണ് അവളെക്കാട്ടില് എന്നൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എൻ്റെ സുഹൃത്ത് റിയലൈസ് ചെയ്യാണ്, ആ ബാക്കിയുള്ളവരെല്ലാം തന്നെ തന്നെ പറ്റി വളരെ മോശമായിട്ടാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ സുഹൃത്ത് ആകെ മൊത്തം തകർന്നു പോവുകയാണ് ചെയ്തത്. Another friend once shared with me one of the aphorisms of 12-step recovery program. ഈ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് ഒരു 12-step റിക്കവറി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അയച്ചു തന്നു. അവൾ പറഞ്ഞ ഒരു കാര്യം, സോ വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് യു ഈസ് നൺ ഓഫ് യോർ ബിസിനസ്. സോ നമ്മളെ പറ്റി ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു പറയുന്നതേ തെറ്റാണ്. സോ ബാക്കിയുള്ളവർ നമ്മളെ പറ്റി ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ആദ്യം അത് കേട്ടപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് കുറച്ച് വിസ്ഡം ഒക്കെ ഉള്ളതായിട്ട് തോന്നിയെങ്കിലും എനിക്ക് പിന്നെ തോന്നി ഇതൊരു ഇഡിയോട്ടിക് നോൺസെൻസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് യു ഇസ് യുവർ ബിസിനസ് അല്ലേ. ബാക്കിയുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നുള്ളത് നമ്മുടെ കാര്യമാണ്. ശരിക്കും അതുകൊണ്ടാണ് നമ്മളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്, നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത്, നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്, നന്നായിട്ട് പബ്ലിക്കിൽ ബിഹേവ് ചെയ്യുന്നത്, എല്ലാം നമ്മളെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അന്നേരം ബാക്കിയുള്ളവർ നമ്മളെ പറ്റി ധരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എവരി വുമൺ ഹു എവർ വെന്റ് ഔട്ട് വിത്ത് യു മസ്റ്റ് പൈൻ യു ഫോർ എവർ. ചില ആൾക്കാരുണ്ട്, എന്നോട് ഏത് പെണ്ണുങ്ങൾ കറങ്ങാൻ ഡേറ്റിന് വന്നാലും അവർ എന്നെ വിവാഹം കഴിക്കാൻ അവർ എത്രയേറെ അങ്ങ് ആഗ്രഹിക്കണം. ദോസ് ഹു റിജക്റ്റഡ് മസ്റ്റ് റിഗ്രറ്റ് ഇറ്റ്. അതുപോലെ എന്നെ റിജക്റ്റ് ചെയ്ത ആൾക്കാർ, ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്ത ആൾക്കാർ, അവർ പിന്നീട് എന്നെ നഷ്ടപ്പെട്ടത് ഓർത്ത് അവർ വ്യസനിക്കണം. യു മസ്റ്റ് ബി ലവ്ഡ്, റെസ്പെക്റ്റഡ്, എബവ് ഓൾ ടേക്കൺ സീരിയസ്ലി ഇല്ലേ. നിന്നെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, തന്നെ എല്ലാവരും ബഹുമാനിക്കണം, തന്നെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കാണണം. തന്നെ കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടല്ലോ, മോക്ക് യു വിൽ റൂ ദ ഡേ, അവർ പിന്നീട് പശ്ചാത്തപിക്കുന്ന ഒരു ദിവസം വരും, തന്നെ കുറ്റപ്പെടുത്തിയല്ലോ എന്ന് ഓർത്ത്. സോ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദിസ് ഈസ് ഇൻസൈഡ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. The psychology of dictators who regard all dissent as treason and periodically orders purges you, ensure unquestioning loyalty. ഇല്ലേ, സത്യത്തിൽ നിങ്ങൾ ഏകദേശം ഒരു ഭ്രാന്തിന്റെ വക്കിലാണ് പ്രിയ സുഹൃത്തെ. ഇതിന് നമ്മൾ പറയത്തില്ലേ, ചില സ്വേച്ഛാധിപതികളുടെ അവരുടെയൊക്കെ ഒരു മനോഭാവമാണിത്. തന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, താൻ പറയുന്നതാണ് കാര്യം, തന്നെ എല്ലാവരും ബഹുമാനിക്കണം, തൻ്റെ ചുറ്റുമാണ് ഈ ലോകം. ഓക്കെ, അതുപോലെ തന്നെ താൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവർ ഒന്നുമില്ലാതായി തീരും. താൻ തന്നെ ആഗ്രഹിച്ചവരായിരിക്കണം ഈ സ്ത്രീകളെല്ലാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഇൻസൈൻ്റെ വക്കിലാണ്. ഓക്കെ, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം നമ്മളെന്ന് പറയുന്ന ജീവി, ഈ ലോകത്ത് ബാക്കിയുള്ളവർ തന്നെപ്പറ്റി എന്ത് ധരിക്കും, തന്നെപ്പറ്റി എങ്ങനെ ചിന്തിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കാൻ വേണ്ടി അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ധരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ അവർ മനസ്സിലാക്കാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് യൂസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആകാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ ടിം ക്രീഡർ പറയുന്നത്. Next, he describes about the operative fallacy. Here is what we believe that the unconditional love means not seeing anything negative about someone, when it really means pretty much the opposite. So, നെക്സ്റ്റ് ഇത് നിങ്ങളൊന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇനി അദ്ദേഹം പറയാൻ പോകുന്നത് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റീവ് ഫാലസി. ഫാലസി മീൻസ് എറർ, അല്ലെങ്കിൽ ഫോൾസിഫിക്കേഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അന്നേരം ചില ആൾക്കാർക്ക് ഈ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളതിനെ അവർ പല ആൾക്കാരും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒരുപാട് ഇഷ്ടമാണ്, അയാളെങ്കിൽ എന്നെ അടിച്ചാലും തല്ലിയാലും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, കാരണം ഞാൻ അവരുടെ എന്താണ് അമ്മയാണ്. ഇങ്ങനെയൊക്കെ ധരിക്കുന്നതല്ല അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഓക്കെ, മറിച്ച് അൺകണ്ടീഷണൽ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതാണ് അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, സോ someone despite their infuriating flaws and essential absurdity still love them.
ഓക്കെ, അതാണ് അൺകണ്ടീഷണൽ ലവ്. ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം എടുത്തു കാണിക്കുന്നത് ഡൊണാൾഡ് ബട്ട്ലമിയുടെ ഒരു സ്റ്റോറി ഉണ്ട്, റബേക്ക. അതില് റബേക്ക എന്ന് പറയുന്ന ക്യാരക്ടർ തന്റെ പ്രിയതമനോട് പറയുന്ന വാക്കാണ്, ഡു ഐ വാണ്ട് ടു ബി ലവ്ഡ് ഇൻസ്പൈറ്റ് ഓഫ് ഇവിടെ എന്തോ ഒരു കാര്യമുണ്ട്, മിസ്സിങ് ആണ് എന്താ, ഇൻസ്പൈറ്റ് ഓഫ് മൈ ഫ്ലാസ്. ഇല്ലേ, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എറേഴ്സുകളുണ്ട്, എനിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ആ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അവഗണിച്ചും നീ എന്നെ പ്രണയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ റബേക്കയുടെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻസ് കളറാണ്. അന്നേരം അവളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഹ്യൂമൻ ബീങ്സിനുള്ള പോലത്തെ സ്കിൻ അല്ല അതുള്ളത്. അതുകൊണ്ട് എൻ്റെ ഈ ഫ്ലോസ് ഉൾക്കൊണ്ടുകൊണ്ട് നീ എന്നെ പ്രണയിക്കാൻ ഇഷ്ടമാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഡു യു ഡസ് എനിവൺ ബട്ട് ആർന്റ് വി ഓൾ ടു ഡു സം ഡിഗ്രി. ഇല്ലേ, നമ്മള് നമുക്ക് അങ്ങനെ ആകുമോ, അങ്ങനെ ആകാൻ സാധിക്കുമോ, എത്രത്തോളം നമുക്ക് ആകാൻ സാധിക്കും, എത്രത്തോളം ആകാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് ഉള്ളിൽ എന്തുണ്ടാവും, അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യും. അതാണ് അദ്ദേഹം പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. നെക്സ്റ്റ്, we don't give other people credit for some interior complexity we take for granted in ourselves. The same capacity for holding contradictory feeling in balance, for complexly alloyed affections, for bottomless generosity of hurt and pity, capricious malice. ഇതൊന്നും വായിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സംഭവം ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയർ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചിട്ടാണ്. ചില ആൾക്കാർ, ഒരു എക്സാമ്പിൾ ഞാൻ മക്കളുടെ പറയട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അതേസമയം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരെ ശകാരിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. സോ നമ്മൾ നമ്മളുടെ പേരൻസിൽ കാണുന്നത് എന്താ? കോൺട്രഡിക്ടറി ബിഹേവിയേഴ്സ് ആണ്. അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ഫീലിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നേരം നമുക്കറിയാം അവർക്ക് നമ്മളോട് എന്തുകൊണ്ട് അഗാധമായ അഫെക്ഷൻ ഉണ്ട്. നമ്മുടെ കംപ്ലീറ്റ്ലി അലോയ്ഡ് അഫെക്ഷൻ, അഗാധമായ അഫെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജനറോസിറ്റി ഉണ്ട്, ഇല്ലേ, നമ്മളോട് ഒരുപാട് സ്നേഹമുണ്ട്. എന്നിരുന്നാലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവർ അൺകൈൻഡായിട്ട് ബിഹേവ് ചെയ്താൽ നമ്മൾ ഒരിക്കലും അവരെ അവരോട് നമുക്ക് അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനത് ചെറുതാക്കി പറഞ്ഞു തന്നെയാണ്. ഓക്കെ, we can't believe that anyone could be unkind to us and still be genuinely fond of us, although we do it all the time. Okay, ഇപ്പോൾ നമ്മൾ എപ്പോഴും സ്ഥിരമായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മളോട് വളരെയധികം സ്നേഹത്തോടെ വർത്തിക്കുന്ന ഒരു വ്യക്തി എപ്പോഴെങ്കിലും നമ്മളോട് അൺകൈൻഡ് ആയിട്ട് പെരുമാറിയാൽ, നമ്മളോട് ഇച്ചിരി ദേഷ്യത്തോടെ സംസാരിച്ചാൽ, അത് അവരുടെ ഇന്റീരിയർ കോംപ്ലക്സിറ്റി കൊണ്ടാകാം, അവരുടെ അപ്പോഴത്തെ ഒരു മനോവിഷമം കൊണ്ടാകാം, അവരുടെ ഒരു കോൺട്രഡിക്ടറി ഫീലിംഗ് കൊണ്ടാകാം എന്ന് കരുതി നമ്മൾ അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നൊരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു ഡ്രീം ഇൻവെൻഷനെ കുറിച്ചിട്ട് പറയുകയാണ്. Years ago, a friend of mine had a dream about a strange invention, a staircase you could descend deep underground, in which you heard recordings of all the things anyone had ever said you, both good and bad. The catch was you had to pass through all the worst things people had said before you could get the highest compliments at the very bottom. സോ അദ്ദേഹം പറയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നോട് അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞു. ഒരു സ്ട്രേഞ്ച് ഇൻവെൻഷൻ ആയിരുന്നു അദ്ദേഹം കണ്ടത്. ആ സ്വപ്നത്തില് അദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്ന് താഴോട്ട് ഒരു നീണ്ട സ്റ്റെയർ കേസ് താഴേക്ക് പോവുകയാണ്, അണ്ടർഗ്രൗണ്ടിലേക്ക്. ആ സ്റ്റെയർ കേസിൽ നിന്ന് ഓരോ പടികളായിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ബാക്കിയുള്ള പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് കമന്റ്സുകൾ അദ്ദേഹം കേൾക്കുകയാണ്. ഓക്കെ, ഓരോ പടികൾ ഇറങ്ങുമ്പോഴും ഈ നെഗറ്റീവ് കമന്റ്സുകൾ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിരിക്കുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സുകളുടെയൊക്കെ ആധിക്യം കുറയും. ലാസ്റ്റ് പടിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഹയസ്റ്റ് കോംപ്ലിമെന്റ് കേൾക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അന്നേരം ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങളിപ്പോൾ നന്നായിട്ട് എക്സാം എഴുതിയില്ല, എക്സാം ഇല്ലെങ്കിൽ ടീച്ചർ നിങ്ങളെ പേഴ്സണലി വിളിച്ചിട്ട് എന്താണ് ഇപ്പം നിങ്ങളിൽ നിന്ന് ഇത്രയും മാർക്ക് കുറവ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ച് ആദ്യം ടീച്ചർ ഒന്ന് ഷൗട്ട് ചെയ്താലും ഗ്രാജുവലി നിങ്ങളുടെ എന്ത് ചെയ്യുന്നു, ടീച്ചർ
പറയുന്നു നമുക്ക് ഇത് കുറച്ച് ബേസിലൂടെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. നിനക്ക് എവിടെയാണ് മാർക്ക് കുറവ് വന്നത്? ഏത് പോർഷനാണ് പഠിക്കാൻ പറ്റാന്ന്? ആദ്യം കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച് ടീച്ചറിന് വിഷമം തോന്നും ഇല്ലേ? അവൻ ഇത്രയൊക്കെ കേട്ട് നിന്നില്ലേ? അവനെ സഹായിക്കണമെന്നൊരു മെന്റാലിറ്റി ടീച്ചറിനും കൂടെ തോന്നും. അന്നേരം ടീച്ചറിന് ആ കുട്ടിയോട് ഇതെങ്ങനെ നമുക്ക് ഈ പറഞ്ഞ മാർക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ ടീച്ചർ ചോദിക്കുന്നു. ആ കുട്ടി കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുന്നു. കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുന്നു. കുട്ടിയെ പഠിക്കാൻ സഹായിക്കുന്നു. സോ ആ സഹായിക്കുകയും ടീച്ചർ കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്യുന്ന ലെവലാണ് ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഹയസ്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ടീച്ചർ ആദ്യമേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയില്ല? എന്താണ് നീ ഇങ്ങനെ പഠിക്കാതിരുന്നത്? നിന്നെപ്പറ്റി ഇങ്ങനെയല്ല വിചാരിച്ചെന്ന് പറയുമ്പോൾ മതി മതി എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും. ഞാൻ പഠിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് കമന്റ് അവിടെ നിന്നു. ഇല്ലേ? നെഗറ്റീവ് കമന്റ് അവിടെ ടീച്ചർ സ്റ്റോപ്പ് ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം അവനെ പോസിറ്റീവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിമെന്റിലേക്ക് കൊണ്ടുപോകാനോ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ടീച്ചറിന് സാധിക്കുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെയാണ് പേരൻസിന്റെ കാര്യം എടുത്താലും. പേരൻസ് എപ്പോഴെങ്കിലും നമ്മുടേക്ക് നെഗറ്റീവായിട്ട് പേരൻസ് ഒന്നും വേണ്ട. നമ്മള് ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചാലും അത് കേൾക്കാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ ഉടനെ സ്റ്റോപ്പ് പറയും. ഇല്ലേ? നമ്മൾ പറയും ഇനി അത് കേൾക്കാൻ എനിക്ക് വേണ്ട. മതി മതി നിർത്ത് എന്ന് നമ്മളെ പറയും. ബട്ട് ഫർദർ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ്. ആ ഒരു ക്രിറ്റിസിസം ഏൽക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ നമ്മുടെ ടിം ക്രീഡർ പറയാണ്, "There is no way I would ever make it more than 2.5 steps down such a staircase. But I understand it is terrible logic. If we want rewards for being loved, we have to submit to mortifying ordeal of being known." ഇല്ലേ? അദ്ദേഹം പറയാണ്. രണ്ടോ രണ്ടര സ്റ്റെപ്പ് പോലും എനിക്ക് താഴേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എന്ന വ്യക്തി ക്രിട്ടിസിസം ഏറ്റുവാങ്ങാൻ പ്രാപ്തനല്ല. എൻ്റെ മനസ്സ് അത്രത്തോളം കാഠിന്യം ഏറിയതല്ല. പക്ഷെ അങ്ങനെ ഇറങ്ങി താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹയസ്റ്റ് കോംപ്ലിമെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ചുട്ടുപഴുത്ത ഒരു ലോഹപാളി അടിച്ച് ഉരുക്കി മിനുക്കി എടുക്കുന്നതിലൂടെ അതിന് കരുത്താർജിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അത് പുതിയൊരു വസ്തുവായി രൂപാന്തരം പ്രാപിക്കും. അതുപോലെ നമുക്ക് കേൾക്കുന്ന പല നെഗറ്റീവ് കോംപ്ലിമെന്റ്സുമാണ് നമ്മളെ പിൽക്കാലത്ത് അച്ചീവ്മെന്റ്സിലേക്ക് നയിക്കുന്നത്. അല്ലേ? അന്നേരം ഈ നെഗറ്റിവിറ്റി ഏൽക്കാൻ ആ ടെറിബിൾ ലോജിക്കിലൂടെ എനിക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മളെ ആരെങ്കിലും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നത് കേൾക്കാനും കൂടെ സന്നദ്ധരായിരിക്കണം. അന്നേരം ഈ ഇതിലേക്കൂടെ പോകുന്നവർ മാത്രമേ അത് കേൾക്കാനും അല്ലെങ്കിൽ അതിലേക്ക് വിജയിക്കാനും സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം ടിം ക്രീഡർ എന്ന് പറയുന്ന റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് എസേസ് ആൻഡ് കാർട്ടൂൺസിന് അറിയപ്പെടുന്ന വി ലേൺ നത്തിങ് എന്ന് പറയുന്ന ടൈറ്റിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഐ നോ വാട്ട് യു തിങ്ക് ഓഫ് മീ എന്ന് പറയുന്ന ഒരു എസ്സേ ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പഠിച്ചത്. അന്നേരം ഇതിൻ്റെ അകത്ത് അദ്ദേഹം പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇല്ലേ? ഈ പറയുന്ന ഇൻഫർമേഷൻ ഏജിൽ സംഭവിക്കുന്ന നോളജിന്റെ ആ ഒരു റിപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുവഴി ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള നൊട്ടോറിസിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ഏജിലെ ഹിപ്പോക്രറ്റീസ് ടു ഫേസ്ഡ് ഹിപ്പോക്രറ്റീസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു എസ്സേയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലവട്ടം ഈ ഒരു എസ്സേ ഒന്ന് വായിച്ചു നോക്കുക. നല്ലവണ്ണം മനസ്സിലാക്കിയെടുക്കുക. വളരെ മനോഹരമായിട്ടുള്ള എസ്സേ ആണ്. എനിവേ ബൈ.